ഹലോ, അപ്പം ഇന്ന് നമ്മൾ ട്രിപ്പത്തെ തേർഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മൾ ദുബായിക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദുബായിക്ക് ഇറങ്ങി. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ ദുബായിക്ക് ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ വന്നത് ദുബായ് മോൾക്കാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഡെസേർട്ട് സഫാരി നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമല്ലേ ഇതൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ദുബായ് മോളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുക എന്നുള്ള രീതിക്കാണ് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് മോളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയത്. അവർ നമ്മളോട് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടൊക്കെ ആയിരുന്നു വരാൻ പറഞ്ഞിരുന്നത്. നമ്മളൊരു ടാക്സി ഒക്കെ പിടിച്ചിട്ട് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. കുറച്ച് നടന്നെങ്കിലും നമുക്ക് അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ടാക്സി വേണമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ ടാക്സിയിൽ പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. അവരെ കാറിൽ നമ്മൾ കയറി. നമ്മുടെ കൂടെ നമ്മളെ ബാക്കിൽ തന്നെ വേറെ 2 ടൂറിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിന് ഫ്രണ്ടിൽ ഒരാളെ തന്നെ കമ്പനിക്ക് കിട്ടി. 2 പേരും സെയിം പേരാണ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര സംസാരത്തിലായിരുന്നു. നമ്മളെ ബാക്കിലുള്ള ആൾക്കാർ 2 ആൾക്കാരും നല്ല ഉറക്കത്തിലായിരുന്നു. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കുറച്ച് യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് എത്തിയത് ബഗ്ഗി റൈഡിൻ്റെ അവിടേക്കായിരുന്നു. നമുക്ക് തന്ന ടൈം പറഞ്ഞാൽ 6 മണിക്കൂറായിരുന്നു. പിന്നെ അവിടുത്തെ ബഗ്ഗി റൈഡിന് അത്യാവശ്യം നല്ല റേറ്റ് അവർ പറഞ്ഞു. 350 ദിർഹംസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ചെറിയൊരു ഏരിയയിൽ നമ്മൾ പോയിട്ട് ഇരുന്നിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് അവിടെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ കാറിൽ കയറി. അങ്ങനെ നമ്മൾ അടുത്തത് ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എത്തുന്ന ടൈമിൽ ഇവർ നമ്മളോട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറഞ്ഞിട്ട് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഈ ഡ്യൂൺ ബൈക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇത് ചെയ്തിട്ടില്ല എന്നാൽ നഷ്ടമായി എന്ന് പറയാം. കാരണം എല്ലാവരും പറയും ഇവിടെ വരുമ്പോൾ ഇത് ചെയ്യണം എന്നുള്ളത്, മസ്റ്റ് ട്രൈ ചെയ്യണം എന്നുള്ളത് എല്ലാവരും പറയാറില്ല കേട്ടോ. പിന്നെ അവർ നമ്മളെ ഒരു എൻ്റെ കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പിന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് തന്നിരുന്നത്. പിന്നെ നമ്മൾ നേരെ നൈറ്റ് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻസും തരാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ മെഹന്തി ഇടല് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ VIP സെഷൻ എടുത്തുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ഫുഡായിരുന്നു. നമുക്ക് ആ പ്രോഗ്രാംസ് കഴിയണ വരെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ലാസ്റ്റത്തെ പ്രോഗ്രാമും. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ലാസ്റ്റ് ആയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ ഓരോ ഗ്രൂപ്പ്സിനെ വന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആൾക്കാരെ ഫസ്റ്റ് കൊണ്ടുപോകും, അങ്ങനെയായിരുന്നു. പിന്നെ അവരെ നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നടക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദുബായ് മോളിലേക്കാണ് നടന്നു പോയത്. അങ്ങനെ ദുബായ് മോള് കുറച്ച് നേരം നമ്മൾ കണ്ടിട്ട് നേരെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ